ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരുപാട് പേർ ചോദിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് നമ്മുടെ തംബ്നെയിലിന് നല്ല ഫോണ്ട് എല്ലാം കൊടുക്കുക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് നല്ല ഫോൺസ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് അത് നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുക. അതായത് നിങ്ങൾക്ക് തംബ്നെയിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പിക്സൽ ലാബ് എല്ലാമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് ഈ പിക്സൽ ലാബിൽ പുതിയ ഫോൺസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനായി നമുക്ക് ഗൂഗിൾ പോയതിന് ശേഷം ഫോൺസ് എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഫോണ്ട് എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ഒരു സൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സൈറ്റിലാണ് ഞാൻ പോകുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ട ഫോൺസ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഓൾ ദി ന്യൂ ഫോൺസ് എന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയ ഫോൺസ് വന്നിരിക്കുന്നതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺസിൻ്റെ പേരെല്ലാം അറിയാമെങ്കിൽ ഇവിടെ ഈ സെർച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോണ്ടിൻ്റെ പേരെല്ലാം കൊടുത്ത് നിങ്ങൾക്കത് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇപ്രകാരവും നിങ്ങൾക്ക് ഫോൺസ് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഫ്രീ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണ്ടാണ് എന്ന് കൺഫേം ചെയ്യുക. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്കിവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫോണ്ട് എല്ലാം നോക്കുമ്പോൾ ഇവിടെ സൈഡിലായി 100% ഫ്രീ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോൺസ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് പിക്സൽ ലാബിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇവിടെ നിന്നും ഫ്രീ ഫോൺസ് ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ഉദാഹരണമായി ഈ ഒരു ഫോണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്ന് കരുതുക. ഇത് ഞാൻ ഡൗൺലോഡ് എന്ന് കൊടുത്തു. ഇപ്രകാരം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓപ്പൺ എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എക്സ്ട്രാക്ട് ഫയൽ ടു എന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഈ കോപ്പി ഫയൽ ടു എന്ന ഓപ്ഷനും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ എക്സ്ട്രാക്ട് ഫയൽ ടു എന്നത് കൊടുത്ത് എക്സ്ട്രാക്ട് ഫയൽ ടു ഒരു ഫോൾഡർ നെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അതായത് ഫോൺസ് എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്ട്രാക്ട് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഫയൽ ഇതിലേക്ക് എക്സ്ട്രാക്റ്റ് ആകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫോണ്ട് K141 എന്ന പേരുള്ള ഫോണ്ടാണ്. ഇത് ഇവിടേക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. അതായത് ഫോൺസ് എന്ന ഫോൾഡറിലേക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇനി ഈ ഫോണ്ട് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിനായി നമ്മൾ പോകേണ്ടത് താഴെ വന്നിരിക്കുന്ന ഈ എ എന്നതിലാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഫോണ്ട് എന്ന ഓപ്ഷൻ കിട്ടും. ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മൈ ഫോൺസ് എന്ന ഓപ്ഷൻ കിട്ടും. ഇത് സെലക്ട് ചെയ്യുക. ഇനി നമുക്കിവിടെ ഒരു ഫോൾഡർ ഐക്കൺ കാണാം. ഈ ഫോൾഡർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായി നമുക്കിവിടെ ഫോൺസ് എന്ന ഫോൾഡറിൽ പോകാം. അതിനുശേഷം ഇവിടെ K141 എന്ന ഫോൾഡർ വരുന്നുണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ താഴെ ആഡ് ഡയറക്ടറി എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോണ്ട് ഇപ്പോൾ മൈ ഫോൺസ് എന്നതിൽ വന്നിരിക്കുന്നത് കാണാം. ഇപ്പോൾ നമുക്ക് ഈ ഫോണ്ട് സെലക്ട് ചെയ്ത് എന്തെങ്കിലും എല്ലാം ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത്തരത്തിൽ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ എന്ന് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഡൗൺലോഡ് ചെയ്ത് വച്ചിരിക്കുന്ന ഫോണ്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇപ്രകാരം ഏത് ഫോണ്ടാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതെല്ലാം ഫോൺസിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്